ഞാൻ 5-ലോ 6-ലോ പഠിച്ച സമയത്തുണ്ടല്ലോ ഞങ്ങൾ വീട് മാറി ഒരു സ്ഥലത്ത് പോയി. അപ്പം അവിടെ ഇഷ്ടംപോലെ പിള്ളേരെ കളിക്കാൻ കൂട്ടിലെത്തി. അങ്ങനെ കളി മൂത്ത് ആവശ്യം കാരണം ഗ്യാങ് ലീഡർ നമ്മളാൾ വരെ. ഞാൻ പ്രായത്തിൽ മൂത്തതിനേക്കാൾ 1 വയസ്സിനുള്ളവർ തൊട്ട് 1 വയസ്സുള്ളവരുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും ചേച്ചി ഞാനാണ്. ഞാൻ പറയും പിള്ളേരനുസരിക്കും. അങ്ങനെ സാറ്റുകൾ കഴിഞ്ഞ്, ഓട്ടപ്പിടുത്തം കഴിഞ്ഞ്, ഐസാൻവാട്ടർ കഴിഞ്ഞ്, കബഡി കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് ഇനി ഇങ്ങ് പിരിവെട്ടും. അതായത് ഇളക്കം കൂടുവങ്ങ് ആവേശം മൂത്ത് അങ്ങനെ ആവേശം മൂത്ത് രൂപ്പിടി ചെറുക്കൻ്റെ. ഇപ്പം നമ്മളൊന്ന് വലിയ ചെറുക്കനായി. പക്ഷെ ആ ഉപ്പിടി ചെറുക്കൻ്റെ പയറുവള്ളി പോലെ ഇരിക്കുന്ന പെടകി ഞാൻ ഈ കൈയുടെ ഇടയ്ക്ക് വെച്ചൊരു അമക്കമ്മക്കി. കണ്ട മസില് കണ്ടോ എന്നും പറഞ്ഞ് അമക്കി. ആ ചെറുക്കൻ കരഞ്ഞു. എന്നിട്ട് നമ്മുടെ സമം പിരിഞ്ഞു വിട്ട് വീട്ടിൽ പോയി. വൈകുന്നേരം ഒരു 6:30 എൻ്റെ ദൈവമേ, ചെറുക്കൻ്റെ അപ്പനും അമ്മ അതിനെയും കൂടി വരുക. പെടലിക്ക് ഇവിടുന്ന് പച്ചമരുന്നൊക്കെ തേച്ചിട്ട്. കണ്ടോ ജോൺ ചേട്ടാ, മോള് കാണിച്ചു വെച്ചേക്കുന്ന പരിപാടി കണ്ടോ? ചെറുക്കനെ കൊണ്ട് തിരുമിച്ചിട്ട് വന്നേക്കോ പെടലി ഉളുക്കി. എന്തോ ചെയ്യാനെന്ന് പറഞ്ഞ ഗതികേട് പിടിച്ച നേരത്ത് നമ്മൾ എവിടെ തൊട്ടാലും വള്ളിയ. സത്യബ്രാഹ്മന്റെ പെടലിയുടെ വലിപ്പം ഇത്രേ ഉള്ളായിരുന്നു. അല്ല, എനിക്കത്ര കാര്യം ഞാൻ തൊട്ടതേ ഉള്ളൂ. ഞാൻ അന്നും അപ്പനോട് പറഞ്ഞു, അയ്യോ ഞാനൊന്ന് തൊട്ടതേ ഉള്ളൂ. അപ്പൻ ചോദിച്ചു, തൊട്ടാ ഉടനെ എങ്ങനെ അങ്ങനെ അടി ഉളുക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മുന്നേറ്റ് ചടിച്ച്. സത്യമായിട്ട് നാട്ടുകാരെ ഞാൻ തൊട്ടതേ ഉള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അത്രേ ഉള്ളൂ. എന്താ ചെയ്യാനാന്ന് പറഞ്ഞാൽ ഗതികേട് പിടിച്ച കാര്യത്തിന് അവൻ്റെ പെടലിയുടെ ഉഴപ്പ് വന്നു, അല്ലാതെ എൻ്റെ ഉഴപ്പൊന്നുമില്ല. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ ചിലരെങ്കിലും ഈ കൊച്ചിൻ്റെ ചുണ്ടെന്നെ ഇനി നിന്നിരിക്കണേ. ഒരുമാതിരി ഫ്രണ്ട്സ് സിനിമയിൽ അവസാനം ചേർന്നിരിക്കുന്നവർ. പിന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാന്ന് പറഞ്ഞു കേൾക്കാതെ വീഡിയോ എടുത്താൽ പിന്നെ ചൊക്കച്ചാങ്ങാന്നിരിക്കുമോ? അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം.